എടി പോനെ അമ്പാപ്പനെ കാണാനാ? എടുത്തു അമ്പാപ്പൻ. അങ്ങോട്ടൊക്കെ അങ്ങോട്ടുണ്ടാ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി കോയമ്പത്തൂർ ടൂറിസത്തിൻ്റെ മുഖമുദ്രയെ മാറിക്കൊണ്ടിരിക്കുന്ന ആദിയോഗി സ്റ്റാച്യു കാണാൻ പോകുവാണ്. അതിരാവിലെ തന്നെ പോകണമെന്ന് പ്ലാൻ ചെയ്ത ട്രിപ്പാണെങ്കിലും കുറച്ച് ലേറ്റായി. അങ്ങനെ 7:30 ആ ടൈമിലാണ് പോകുന്നത്. ഞങ്ങൾക്കൊരു 30 കിലോമീറ്റർ ഡ്രൈവ് ഉണ്ട് അവിടെ എത്താൻ വേണ്ടി. ട്രാവൽ ഗൈഡ് എപ്പോഴും ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് തന്നെ കക്ഷിയെ ആശ്രയിച്ചാണ് എല്ലാ യാത്രകളും പ്ലാൻ ചെയ്യാറ്. ടൗൺ ഏരിയയിലൂടെ കുറച്ചു മാത്രമേ സഞ്ചരിക്കേണ്ടി വന്നുള്ളൂ. ബാക്കിയൊക്കെ ഗ്രാമാന്തരീക്ഷത്തിലൂടെയുള്ള യാത്രയായിരുന്നു. പച്ചപ്പിന് നടുവിലൂടെയുള്ള ചെറിയ റോഡുകൾ എപ്പോഴും നൊസ്റ്റാൾജിയാണ്. കിലോമീറ്ററുകൾക്കപ്പുറമുള്ള നാടിനെയും വീടിനെയും ഒരു നിമിഷത്തേക്കെങ്കിലും ഓർമ്മിപ്പിക്കും. ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും എപ്പോഴും ഗ്രാമങ്ങൾ ഒരു സാമ്യത പുലർത്തുന്നതായി തോന്നാറുണ്ട്. കർഷകരും അവരുടെ അധ്വാനവും അവരുടെ പച്ചപ്പായി അങ്ങനെ നിറഞ്ഞു നിൽക്കും. ടേൺ റൈറ്റ്, ടേൺ ലെഫ്റ്റ് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ അനുസൃതമായി പുതിയ വഴികളിലൂടെ സഞ്ചരിച്ച് ഒടുക്കം ഞങ്ങൾ ഇഷ ടെമ്പിളിന്റെ മെയിൻ എൻട്രൻസിലെത്തി. മനോഹരമായി രൂപകൽപ്പന ചെയ്ത മെയിൻ എൻട്രൻസ് തുറക്കുന്നത് 150ഓളം ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഇഷ ഫൗണ്ടേഷനു കീഴിലുള്ള പ്രദേശത്താണ്. ഇവിടെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചെത്തിയ അതിമനോഹരമായ ആദിയോഗി സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. 1992 സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഇഷ ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്. ആക്ച്വലി ഇഷ ഫൗണ്ടേഷൻ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷനാണ്. അതിനു കീഴിൽ വലിയൊരു യോഗ സെന്ററും പ്രവർത്തിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ആത്യന്തികമായി നമ്മളെ തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തെ കുറച്ചുകൂടി ഉയർന്ന തലത്തിൽ നോക്കിക്കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇഷ യോഗ സെന്ററിൽ എത്തുന്ന ഭൂരിഭാഗം പേരും. ഒരു ഇൻട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സ്പിരിച്വൽ ജേണി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. മനോഹരമായി പരിപാലനം ചെയ്തു പോരുന്ന വിപുലമായ ഒരു പ്രദേശം. വിവിധ ഇനം കൃഷികളും അനുബന്ധമായി നടക്കുന്നു. ശാന്തസുന്ദരമായ ഈ അന്തരീക്ഷം തന്നെ യോഗാഭ്യാസത്തിനായി ആൾക്കാരെ ആകർഷിക്കുന്നു എന്ന് തോന്നിപ്പോകും. സഞ്ചാരികൾക്കുള്ള പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ള ഇടമാണ് വലതുവശത്തു കാണുന്നത്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്കും സമയം 8:30. ഇന്നത്തെ സന്ദർശകരൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വാഹന പാർക്കിങ്ങിനായി ഇവിടെ പാർക്കിംഗ് ഫീ നൽകണം. ഫാസ്ടാഗ് ഉള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാം. ഇഷ ടെമ്പിൾ സന്ദർശിക്കുന്നതിനായി ഇവിടെ ഈടാക്കുന്ന ആകെയുള്ള തുക പാർക്കിങ്ങിന് മാത്രമാണ്. അതൊഴിച്ചാൽ സന്ദർശനം പൂർണ്ണമായും സൗജന്യം. ഇവിടെ നിയുക്തരായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ ഞങ്ങളെ പാർക്കിംഗ് ഏരിയയിലേക്ക് നയിച്ചു. മുൻപ് വന്നപ്പോൾ ഇത്ര വിപുലമായി പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അന്നിവിടേക്കുള്ള റോഡ് പണിയും നടക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ലൈനുകളായി തിരിച്ച് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഏരിയയാണ് ഉള്ളത്. വിശപ്പിന്റെ വിളി നന്നായി കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഭക്ഷണത്തിന് ശേഷമാകാം മുന്നോട്ടേക്കുള്ള യാത്ര എന്ന് ഈ ഭക്ഷണശാല ഓർമ്മിപ്പിച്ചു. ഇവിടെ എന്നെ ഏറെ ആകർഷിച്ചത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഇരിപ്പിടമാണ്. ഈ ബസ്സാണ് ആള്. ഹോട്ടലിന്റെ കൗണ്ടറിൽ നിന്ന് ഭക്ഷണം വാങ്ങി ഇവിടെ ഇരുന്ന് കഴിക്കാം. മലയാളികളുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലേക്ക് വലിയ തോതിൽ കടന്നു വരാത്ത ആളാണ്. പൊങ്കൽ എന്തായാലും നല്ല രുചിയാണ്. ഇതാവുമ്പോൾ ചെറിയ കുട്ടികൾക്കും എളുപ്പത്തിൽ കഴിക്കാനാവും. വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. ഇനി ടെമ്പിളിലേക്ക്. വളരെ നല്ല രീതിയിൽ പരിപാലനം ചെയ്തു പോരുന്ന പച്ചപ്പുകൾക്കു നടുവിലായാണ് ആദിയോഗി സ്റ്റാച്യു നിലകൊള്ളുന്നത്. ഇവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ചുറ്റും മലനിരകളുള്ളൊരിടം. കോയമ്പത്തൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ഡിസ്റ്റൻസിലായാണ് ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്.
പശ്ചിമഘട്ട മേഖലയിലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിന് കീഴിലുള്ള വെള്ളിയാങ്കിരി മലനിരകളുടെ താഴ്വാരത്തായാണ് മനോഹരമായ ഈ പ്രദേശം. വെള്ളിയാങ്കിരി മറ്റൊരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ്. നമ്മുടെ ശബരിമല പോലെ ചില ചിട്ടകളോടെ വേണം ദർശനത്തിനെത്താൻ. ദക്ഷിണ കാശി എന്നുകൂടി വെള്ളിയാങ്കിരി അറിയപ്പെടുന്നു. ഞങ്ങളുടെ യാത്രയിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയ ഒരാളാണ് ആ നടന്നു പോകുന്നത്. കക്ഷിക്ക് എന്തായാലും ഈ ഇടമൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ എത്തുന്നവർക്ക് ഉപകാരപ്രദമാക്കുന്ന രീതിയിൽ സ്റ്റാച്യുവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളും അതിനോട് ചേർന്ന് സന്ദർശിക്കേണ്ട പ്രധാനപ്പെട്ട ഇടങ്ങളുടെ ചിത്രവും അനുബന്ധ കാര്യങ്ങളും വഴിയോരത്ത് വച്ചിട്ടുള്ള ബോർഡുകളിൽ കാണാം. ഇതിനകം തന്നെ നിരവധി പേർ സ്റ്റാച്യുവിന് മുൻപിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ഈയൊരു തിരക്ക് പതിവാണ്. സ്റ്റാച്യുവിലേക്ക് സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരനക്കമുള്ളതുപോലെ അനുഭവപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് മേഘങ്ങളുടെ സഞ്ചാരമാണ്. എങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മനസ്സ് ശാന്തമാകുന്നതുപോലെ. സ്റ്റാച്യുവിനരികിലായി യോഗാമന്ത്രങ്ങൾ മുഴങ്ങുന്ന ഒരിടമുണ്ട്. സന്ദർശകർക്കും അവിടേക്ക് പ്രവേശിക്കാം. കുറച്ചുനേരം ഇരിക്കാനും ധ്യാനത്തിൽ മുഴുകുവാനും സാധിക്കും. ഇന്നർ വെൽബീയിങ്ങിന് യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കുന്നതിനായാണ് സ്റ്റാച്യു സ്ഥാപിക്കപ്പെട്ടത്. ഇഷ ഫൗണ്ടേഷൻ സ്ഥാപകനായ സദ്ഗുരു ജഗദീഷ് ജഗ്ഗി വാസുദേവാണ് ആദിയോഗി സ്റ്റാച്യു രൂപകൽപ്പന ചെയ്തത്. രൂപകൽപ്പന ചെയ്യുന്നതിന് 2 വർഷക്കാലവും നിർമ്മാണം പൂർത്തീകരിക്കാൻ 8 മാസവും വേണ്ടിവന്നു. 112.4 അടി ഉയരമുള്ള ഈ പ്രതിമ 25 മീറ്റർ വീതിയിൽ 147 അടി നീളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഊർധ്വകായ പ്രതിമയെന്ന ഗിന്നസ് റെക്കോർഡ് നേടിയ ഈ പ്രതിമ പൂർണ്ണമായും സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഫെബ്രുവരി 24 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാശിവരാത്രി ദിനത്തിൽ ആദിയോഗി സ്റ്റാച്യു രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യൻ ടൂറിസം മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക ഇൻക്രെഡിബിൾ ഇന്ത്യ ടൂറിസം ക്യാമ്പയിനിൽ പ്രതിമയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗിയായ ശിവനെക്കുറിച്ചുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ വേദി കൂടിയാണിത്. ഇത് ഇന്ത്യൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഉദ്ഘാടനം ചെയ്തു. 20,000 അയൺ പ്ലേറ്റ്സ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 500 ടൺ ഭാരമുള്ള പ്രതിമ. മനുഷ്യായുസിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അദ്ഭുത നിർമ്മിതി. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്ന അതിനോളം ശാന്തത മുഖത്ത് നീളിക്കുന്ന ആദിയോഗി സ്റ്റാച്യു കാണാൻ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി പേരാണ് എത്തുന്നത്. വിദേശികളായ സന്ദർശകരെയും ഇവിടെ കാണാനിടയായി. സ്റ്റാച്യുവിനരികിൽ ധ്യാനനിമഗ്നരായും യോഗാമന്ത്രങ്ങൾ ഉരുവിട്ട് പ്രദക്ഷിണം ചെയ്തും മാനസികോന്മാദം കണ്ടെത്തുന്നവരുമുണ്ട് കൂട്ടത്തിൽ. ഞങ്ങളിവിടെ 2ാമത്തെ തവണയാണെങ്കിലും ഒരവധി ദിനത്തെ പീസ് ഓഫ് മൈൻഡോടെ നോക്കിക്കാണാൻ ഈ ഇടം സഹായിച്ചു എന്ന് തന്നെ പറയാം. ആദിയോഗി ദിവ്യദർശനം എന്ന പേരിൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് ഒരു വിഷ്വൽ ട്രീറ്റ് ഇഷ ഫൗണ്ടേഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലേസർ ലൈറ്റുകളാൽ അലങ്കൃതമായ ആദിയോഗി സ്റ്റാച്യു ആ സമയത്ത് കാണാൻ സാധിക്കും. പഴയ സിനിമകളിലൊക്കെ കാണുന്ന നമ്മുടെ കാളവണ്ടി ഇവിടെ ഇത് എൻട്രൻസ് വരെ സവാരി നടത്തുന്നതിനായി ഉപയോഗപ്പെടുത്താം. വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാനും ആൾ റെഡിയാണ്. ബാലാസർ തന്റെ ക്യാമറ വൈദഗ്ധ്യം പരീക്ഷിക്കുന്ന തിരക്കിലായി. ആമിയാണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ്. അവൾക്കിത് അമ്പയാണ്. അങ്ങനെ നല്ലൊരു അവധി ദിനത്തെ ആഘോഷമാക്കി ഞങ്ങൾ മടങ്ങുകയാണ്. കൂട്ടത്തിൽ ഇവിടെ വിൽപ്പനയ്ക്കുള്ള വസ്തുക്കൾ എന്തൊക്കെയെന്നറിയാനുള്ള ക്യൂരിയോസിറ്റി. സ്റ്റാച്യു സന്ദർശിച്ചതിന്റെ സുവനീറായി സൂക്ഷിക്കാൻ കഴിയുന്ന ഒരുവിധപ്പെട്ട ഇനങ്ങളൊക്കെ ഷോപ്പിൽ നിരന്നിരിക്കുന്നു. കൂടാതെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വസ്ത്രങ്ങളും
ആദിയോഗി സ്റ്റാച്യു പ്രിന്റഡ് ആയിട്ടുള്ള ടീഷർട്ട്സും ഒക്കെ ഉണ്ട്. ഒരു ഓർമ്മയാവട്ടെ എന്നോർത്ത് അടുത്ത വർഷത്തേക്കുള്ള ഒരു കലണ്ടർ സ്വന്തമാക്കി ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. Thank you for watching my video and thank you for supporting me. Bye. Have a nice day.